ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലുള്ള ചേരുവകൾ വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ പോളയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. വീട്ടിലേക്ക് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. അതേപോലെ തന്നെ പിള്ളേർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇന്ന് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഒരു ഇറാനി പോളയുടെ വേറൊരു വേഷനാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും അതേപോലെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം. അപ്പം നമ്മുടെ ചാനലിൽ ഞാൻ ഇറാനി പോള ചെയ്തെടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഞാനിതവിടെ ഒരു 3 മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. കേബേജ് വളരെ തിന്നായിട്ടാണ് നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു 6-7 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളകാട്ടാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് മല്ലിയില, പുതിനയില. പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മയോണീസ് വേണം. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സോസ് ചേർക്കുന്നില്ല. അപ്പം ഇനി നമുക്കിത് ജസ്റ്റ് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള സവോള ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടായി കിട്ടിയാൽ മതി. നമ്മുടെ വെജിറ്റബിൾസ് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മുടെ ഉള്ളി നല്ല പോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമ്മളിതിലേക്ക് അരിഞ്ഞെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പിടി മല്ലിയില, പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. ഇനി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാട്ടോ. നമ്മൾ പൗഡർ ചേർത്ത് കൊടുക്കുന്നതിനായിട്ടും കുറച്ചും കൂടെ ഫ്ലേവർ നമുക്ക് ഇതിലേക്ക് കിട്ടുന്നത് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു വളരെ കുറച്ച് നമ്മളിവിടെ മാറ്റിയെടുക്കുന്നുണ്ട്, ഒരു ഡെക്കറേഷനായിട്ട് മാറ്റിയെടുക്കും. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മയോണീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ താറാമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് ഞാനിതാ 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഇനി ഞാനിത് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്കിൽ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്.
ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ടൊരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഇവിടെ നല്ലപോലെ അങ്ങ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണും മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മയോണൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചീസ് ആഡ് ചെയ്യാം കേട്ടോ. ഇത്രയും ഇതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് റെഡിയായതിനു ശേഷം ഫില്ലിങ് റെഡിയാക്കി കൊടുക്കാം. ഒന്ന് മൂടി വെക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ സൈഡിൽ ആവാത്ത രീതിയിൽ എല്ലാ വശവും നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ നല്ലപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സൈഡിലോട്ട് ആവാത്ത രീതിയിൽ നമ്മൾ ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇതേപോലെ ഒരു കാടമുട്ട നമ്മൾ ഒന്ന് സെൻറ്റർ ഒന്ന് കീറി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് കോഴിമുട്ട എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മീതെ അടുത്ത ബാറ്ററും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ നമ്മൾ സൈഡിൽ നിന്നങ്ങ് ഒഴിച്ച് കവർ ചെയ്ത് കൊണ്ടുവരിക. ഇതേപോലെ അങ്ങ് ഒഴിച്ചെടുക്കുക. ഒരു മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇതിവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മീതക്ക് ഒരല്പം ഡെക്കറേഷനായിട്ട് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കൻ്റെ പീസ്. അതും കൂടെ ഇതിലേക്കൊന്ന് ഒരു ഭംഗിക്ക്, കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി നമുക്കിതിലേക്കൊന്ന്, നമ്മുടെ വീഡിയോക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ഒട്ടും നിർബന്ധമൊന്നുമില്ല. താല്പര്യമില്ലാത്തവർക്ക് ചേർക്കണ്ട. അവിടെ ഇവിടേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത നമ്മുടെ കാടമുട്ടയുടെ ബാക്കി നമ്മൾ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒരു 25 മിനിറ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ ലിഡിൻ്റെ ഇതേപോലത്തെ ഹോള് നമ്മളൊരു പേപ്പർ വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഞാനിതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 25 മിനിറ്റ് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്കിത് ഡയറക്റ്റ് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പഴയ ഒരു ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മീതെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സ്ക്വയർ വെച്ച് ഒന്ന് കുത്തി നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മളിതൊരു പാനിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പാനിലേക്ക് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വശവും കൂടെ ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇതാ കണ്ടില്ലേ, വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ഒരു ഐറ്റമാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഒരു ഐറ്റവും കൂടെയാണ്.
അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പോളവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം. അതേപോലെ പിള്ളേരൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റവും കൂടെയാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മയോണീസൊക്കെ വെച്ച് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളെ ഫില്ലിങ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.